ഒമാനിൽ ഒരു 11 വർഷം മുമ്പ് കൃഷിയെ സ്നേഹിക്കുന്ന 6 പേർ ചേർന്ന് ഒരു കൃഷിക്കൂട്ടം രൂപീകരിക്കുന്നു. വർഷങ്ങൾ പോയതോടെ ഈ കൃഷിക്കൂട്ടം വളർന്നു, കൃഷിയും വളർന്നു. അതിലിപ്പോൾ 6000 അംഗങ്ങളുണ്ട്. അവരുടെ വിളവെടുപ്പിൻ്റെ കാഴ്ചയാണ്. ഒമാനിലെ പ്രവാസി മലയാളികളായ കൃഷിയെ സ്നേഹിക്കുന്ന ആ 6 പേർ 11 വർഷം മുമ്പ് ഒന്നിച്ചിരുന്നത് ഒരു വിപ്ലവത്തിന് തുടക്കമിടാനായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ തങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പ്രചോദിപ്പിക്കാനായിരുന്നു അവരുടെ ഉദ്യമം. ഓരോ വീട്ടിലും ഒരു അടുക്കളത്തോട്ടം എന്ന കുഞ്ഞു ലക്ഷ്യവുമായി തുടങ്ങിയ ഒമാൻ കൃഷിക്കൂട്ടം ഇന്ന് ജൈവ കൃഷിയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അത് ഫലം കണ്ടു. 11 വർഷങ്ങൾക്കിപ്പുറം ആ 6 പേർ തുടക്കമിട്ട ഒമാൻ കൃഷിക്കൂട്ടം എന്ന കൂട്ടായ്മ 6000 പേരായി വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. മസ്കത്ത്, സോഹാർ, ബുറൈമി, സലാല എന്നിങ്ങനെ 4 ഇടങ്ങളിൽ കൂട്ടായ്മയുടെ പ്രവർത്തനം വിപുലീകരിക്കപ്പെട്ടു. ആ വള്ളികളിൽ തളിരും പൂവും കായും വേണ്ടുവോളമുണ്ടായി. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വിത്തുകൾ അംഗങ്ങൾക്ക് സൗജന്യമായി കൈമാറുന്നതാണ് കൃഷിക്കൂട്ടത്തിന്റെ പ്രധാന പ്രവൃത്തികളിൽ ഒന്ന്. അടുക്കളയോട് ചേർന്ന് ചെറിയ സ്ഥലത്തും കവറിലും ഫ്ലാറ്റിലെ ചെറിയ സ്ഥലങ്ങളും പ്രയോജനപ്പെടുത്തി അംഗങ്ങൾ പച്ചക്കറികളും ഫലങ്ങളും ഉണ്ടാക്കിയെടുക്കും. ഇവിടെ ഉള്ള ഇടങ്ങളിൽ ചിലർ ബാഗിൽ, ചില കുടങ്ങളിൽ, മണ്ണുള്ളൊരു മണ്ണിലും, മട്ടിപ്പാവിന് മുകളിലും, അങ്ങനെ എവിടെയൊക്കെ സ്ഥലമുണ്ട്. ചിലർ കുറഞ്ഞ ഓഫീസുകളിൽ പോയിട്ട് പോലും അവിടെ സ്ഥലം കണ്ടെത്തിയിട്ട് കൃഷി ചെയ്യുന്നവരുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. അംഗങ്ങളെ ഒരുമിപ്പിക്കാൻ സജീവമായി വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വളരെ അധികം സജീവമായി അംഗങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു വരുന്നു. വർഷാവർഷം സംഘടിപ്പിക്കുന്ന വിളവെടുപ്പുത്സവമാണ് മറ്റൊരു പ്രധാന പരിപാടി. തങ്ങളുണ്ടാക്കുന്ന പഴങ്ങളും പച്ചക്കറികളുമായി അംഗങ്ങൾ ഒത്തുകൂടുന്ന ആഘോഷ ദിവസം. ഒമാൻ കൃഷിക്കൂട്ടത്തിൻ്റെ ഇത്തവണത്തെ വിളവെടുപ്പുത്സവം നടന്നത് മബേല ഗൾഫ് കോളേജിലാണ്. മരുഭൂമിയിലെ മണ്ണിൽ വിളയിച്ച വിളകളുമായി കർഷകർ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നു. വിളവ് കാഴ്ച കാണാനായി ഒട്ടേറെ പേർ വേറെയും. അംഗങ്ങൾ വിളകൾ കൊണ്ട് കവാടമുണ്ടാക്കി. പൂച്ചെടികൾ മുതൽ നാടൻ പച്ചക്കറികൾ വരെ, വിവിധ ഇനം ഇലവർഗ്ഗങ്ങൾ, കരിമ്പും കാച്ചിലും നേന്ത്രവാഴക്കുലകളും, അങ്ങനെ ഒരു പച്ചക്കറി ചന്ത തന്നെ തീർത്ത വിളവെടുപ്പുത്സവം. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. കാരണം ഇത് തീർച്ചയായിട്ടും മാതൃകാപരമാണ്. അന്യനാട്ടിൽ വന്നിട്ട് നമ്മൾ മലയാളികൾ സ്നേഹത്തോടെ, ഒരുമയോടെ നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മഹോത്സവമാണ് ഈ ഒമാൻ കൃഷിക്കൂട്ടം എന്ന് പറയുന്നത്. ഓരോ വിത്തും ഒരു നന്മയാണ്, ഓരോ നന്മയും നമ്മളാണ് എന്നതായിരുന്നു ഇപ്രാവശ്യത്തെ ഒമാൻ കൃഷിക്കൂട്ടത്തിൻ്റെ സന്ദേശം. പരിപാടിയോടനുബന്ധിച്ച് വിവിധതരം നാടൻ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. വിവിധ വിഭാഗങ്ങളിലായി കൂട്ടായ്മയിലെ മികച്ച കർഷകരെ തിരഞ്ഞെടുക്കുകയും മാതൃകാ കർഷക മത്സരത്തിന്റെ സമ്മാനം നൽകുകയും ചെയ്തു. കൃഷിയെ സ്നേഹിക്കുന്ന ഒമാനിലെ ഈ കൂട്ടായ്മ സ്വയം പര്യാപ്തതയുടെ പാഠം പകർന്നു നൽകി കുതിക്കുകയാണ്.